ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 മരണം, 50ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് റെയിൽവേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അടക്കമുള്ളവർ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഗൗതമാനന്ദ നാരായണൻ ചേരുന്നുണ്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും. ഗൗതം, ഇപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ മണിക്കൂറുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ റെയിൽവേ മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഈ 14ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം വലിയ തോതിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെടുകയും അതിനെ തുടർന്ന് ദുരന്തമുണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രയാഗ്രാജ് എക്സ്പ്രസ്, അതായത് ഇന്നലെ ഇവിടെ നിന്നും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലേക്ക് പോകേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസ് ഇപ്പോൾ നീങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ആ തീവണ്ടിയിൽ ആളുകളില്ല, മറിച്ച് ഇന്നലെ ആ ട്രെയിൻ ക്യാൻസൽ ചെയ്യുകയായിരുന്നു. ഇത്രയും നേരം അത് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രാവിലെ അത് 14ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റേതെങ്കിലും ഒരു ഒഴിഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് നീക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ദുരന്തം നടന്ന പ്ലാറ്റ്ഫോം ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞു കിടക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ തീവണ്ടികൾ സർവീസ് നടത്തുന്നില്ല. താൽക്കാലികമായി ഇത് ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ നമുക്കിപ്പോൾ ഇവിടെ ഒഴിഞ്ഞ ഒരു പ്രദേശം, ഇന്നലെ ദുരന്തം നടന്നതിൻ്റെ ബാക്കി പത്രങ്ങളെല്ലാം പൂർണ്ണമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സാധാരണ ആളുകളെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. മറ്റ് ഈ ക്ലീനിങ്ങും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായി നടന്നു വരുന്നത്. എന്തായാലും രാത്രി 10 മണിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിൽ 18 പേർക്കാണ് ഇതിനകം ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിൽ 11 പേർ സ്ത്രീകളാണ്. 50ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ജയപ്രകാശ് നാരായണൻ ആശുപത്രിയിൽ, LNGP ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ചികിത്സ ഇവർക്ക് നൽകി വരികയുമാണ്. ഈ ദുരന്തത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി വിശദീകരിക്കുന്നത് 2 ട്രെയിനുകൾ വൈകി എത്തി എന്നത് ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. 13, 14 പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തേണ്ട 2 ട്രെയിനുകൾ കൃത്യസമയത്ത് എത്താതെ വൈകിയെത്തി. ശനിയാഴ്ച ദിവസമായതിനാൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നു. ഈ ട്രെയിനുകളിൽ പോകുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് വീക്കെൻഡ് ദിവസമാണ്, ഇന്നത്തെ ഞായറാഴ്ച ദിവസം ഈ വീടുകളിലും മറ്റും എത്തുന്നതിനായി ഒരുപാട് ആളുകൾ വീക്കെൻഡിൻ്റെ രാത്രി എന്ന നിലയിൽ ഇവിടേക്ക് എത്തിയിരുന്നു. അതിനാൽ ഈ 2 ട്രെയിനുകൾ വൈകി എത്തിയ പശ്ചാത്തലത്തിൽ ഈ 2 പ്ലാറ്റ്ഫോമുകളിൽ, 13, 14 പ്ലാറ്റ്ഫോമുകളിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രയാഗ്രാജിലേക്ക് ഒരു പ്രത്യേക തീവണ്ടി സർവീസ് ആരംഭിക്കുകയും ഉണ്ടായിരുന്നു. അതായത് നമ്മൾ നേരത്തെ കാണിച്ച ആ ട്രെയിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് 11:30 പുറപ്പെടേണ്ടതാണ്. അതിനാൽ ആ ട്രെയിനിൽ കുംഭമേളയിൽ പങ്കെടുക്കുവാനായി പോകേണ്ട ആയിരക്കണക്കിന് ആളുകളും അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വലിയ ജനത്തിരക്ക് 3 പ്ലാറ്റ്ഫോമുകളിൽ, പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന 14ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ രൂപപ്പെട്ടത്. ഇതേ തുടർന്ന് ആളുകൾ പാനിക്കാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും രൂപപ്പെടുത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. ഗൗതം, ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ള 50ഓളം പേരുണ്ട്. അവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എല്ലാവരും തൃപ്തികരമായി തുടരുന്നുണ്ടോ? ഗുരുതരമായ ആരെങ്കിലും ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നുണ്ടോ? ദേവിക, ഈ തിക്കിലും തിരക്കിലും പെട്ട് 50 പേർക്കാണ് ഇപ്പോൾ ഗുരുതര പരിക്കുകൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരുടെയൊക്കെ മികച്ച ചികിത്സയാണ് നൽകുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ ഈ ദുരന്തം അറിഞ്ഞപ്പോൾ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം ആശുപത്രികൾ പ്രവേശിക്കുന്നുണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്തി ഇവർക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകണമെന്ന നിർദ്ദേശം ഡോക്ടർമാർക്ക് നൽകി. LNGP ആശുപത്രിയിൽ രാത്രിയിൽ എല്ലാ നേതാക്കളും വരുന്നുണ്ടായിരുന്നു. അതിനാൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ട് ഈ ദുരന്തത്തിൻ്റെ തോത് കുറയ്ക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെയും ഭരണകൂടത്തിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നിലവിൽ 18 എന്നതാണ് മരണസംഖ്യ. ഒരുപക്ഷെ അതിൽ കൂടുതൽ ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം പരിക്കേറ്റ പലരെയും അത്യാഹിത വിഭാഗത്തിൽ, ICUവിലും വെന്റിലേറ്ററിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് മികച്ച ചികിത്സ നൽകിക്കൊണ്ട് ഈ ദുരന്തത്തിൻ്റെ തോത് കുറയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നത്. 18 പേരാണ് മരിച്ചത്, 50ഓളം പേർ ചികിത്സയിലാണ്. ഇനിയും മരണനിരക്ക് കൂടുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് തുടരുന്നത്. ഗൗതമാനന്ദ നാരായണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.